ഹലോ ഗൈസ്, എല്ലാവർക്കും ആർജവാളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റിവ്യൂ വീഡിയോ ആണ്. ഒരു ജാതി ജാതകം എന്ന സിനിമ കണ്ടു. സിനിമയെ കുറിച്ചിട്ടുള്ള എന്റെ അഭിപ്രായമാണ് ഈ ഒരു വീഡിയോ. വിനീത് ശ്രീനിവാസൻ നായകനായിട്ട് വന്ന എം മോഹനൻ ഡയറക്ട് ചെയ്ത സിനിമ, രാകേഷ് മാൻതോടി എന്ന് പറയുന്ന റൈറ്റർ എഴുതിയ സിനിമ. എം മോഹനൻ എന്ന ഡയറക്ടറുടെ ഇതിനു മുമ്പ് ഇറങ്ങിയ സിനിമകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ കഥ പറയുമ്പോൾ, മാണിക്കക്കല്ല്, അതേ കണക്ക് അരവിന്ദന്റെ അതിഥികൾ. ഈ മൂന്ന് സിനിമകളും ഒരു പക്ക ഫീൽ ഗുഡ് ഐറ്റംസ് ആയിട്ട് ഇറങ്ങിയ സിനിമകളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമകളാണ്, പ്രത്യേകിച്ച് കഥ പറയുമ്പോഴും അരവിന്ദന്റെ അതിഥികളും. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടറുടെ ഒരു പടം വരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു സിനിമയുടെ എഴുത്തുകാരൻ രാകേഷ് മാൻതോടി എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമകൾ ഗോദ, തിര എന്ന് പറയുന്ന രണ്ട് സിനിമകളാണ്. അതും പക്ക സ്റ്റാൻഡേർഡ് ഉള്ള എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ഗോദ പ്രത്യേകിച്ച് ഒരു വൈബിൽ പോകുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടർ റൈറ്റർ കോംബോ ഒന്നിക്കുന്നു. അത് ഒരു പക്ക കോമഡി പടം, വിനീത് ശ്രീനിവാസനെ പോലെയുള്ള പക്ക ഒരു കോമഡി പടത്തിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ. അപ്പോൾ അങ്ങനെയുള്ള എന്താ പറയുന്ന ഒരു ക്രൂവിന്റെ ഒരു പടം വരുമ്പോഴത്തേക്ക് ഉള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ട്രെയിലർ ഒരു പക്ക വൈബ് നൽകുന്ന ഒരു കോമഡി, ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പടം ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ട്രെയിലർ. അങ്ങനെ ഒരു വലിയൊരു പ്രതീക്ഷയുമായിട്ടാണ് അപ്പം ഈ ഒരു ട്രെയിലറെ കണ്ട് അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷയിലാണ് ഞാൻ തിയേറ്ററിലേക്ക് പോയത്. ആ ഒരു പ്രതീക്ഷ എനിക്ക് നിരാശയാണ് തന്നത്. ഒരു ജാതി ജാതകം ഒരു വല്ലാത്ത ജാതി ജാതകമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള കോമഡീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു ത്രൂ ഔട്ട് കോമഡി പടമാണ്. ക്ലൈമാക്സോട് എടുക്കുമ്പോഴത്തേക്കും ഒരു ഫീൽ ഗുഡിന്റെ ആ ഒരു രീതിയിൽ പോകുന്ന ഒരു കോമഡി പടമാണ്. സിനിമയിലെ നായകന്റെ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് പെണ്ണ് കാണുന്നു, മുടങ്ങുന്നു, പിന്നെ കല്യാണത്തിലേക്ക് എത്തുന്നു, അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളും ഒക്കെ ആയിട്ട് ആ ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ്. അതായത് ഈ ഒരു നായകൻ എന്ന് പറയുന്നത് കുറച്ച് പഴഞ്ചൻ ചിന്താഗതികളൊക്കെ ഉള്ള ഒരു പക്ക ഒരു ഊള ക്യാരക്ടറാണ്. അതായത് ഭാര്യ എന്നും ഭർത്താവിന്റെ താഴെ ആയിരിക്കണം എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതിയുള്ള അത്തരത്തിലുള്ള ഒരു ഊള ക്യാരക്ടർ ആയിട്ടാണ് നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടറിനെ ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിന് പെണ്ണ് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടും അങ്ങനെ അതിന്റെ ഒരു സംഭവ വികാസങ്ങളും അതൊക്കെ പക്ക ഒരു സാർക്കാസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു കോമഡി, അത്തരത്തിലുള്ള കോമഡി രീതിയിലാണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് കോമഡീസ് എനിക്ക് ഫസ്റ്റ് ഹാഫിലേക്ക് രണ്ട് മൂന്ന് സീൻസ് ഒക്കെ എനിക്ക് നൈസായിട്ട് വർക്കൗട്ട് ആയി. പക്ഷേ മോസ്റ്റ് ഓഫ് ദി കോമഡീസ്, ഇതിനകത്തുള്ള മിക്ക കോമഡീസും വലിയ വികാരമൊന്നും ഇല്ലാതെ ഒരു നിർവികാര ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള രീതിയിലുള്ള കോമഡീസ് അങ്ങനെ വർക്കൗട്ട് ചെയ്യിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് പേഴ്സണലി വർക്കൗട്ട് ആയിട്ടില്ല. അതേപോലെ തന്നെ വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടറും പുള്ളിയെ കാട്ടിയും ഈ ഒരു ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ളത് ബേസിൽ ജോസഫ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ആ അത്തരത്തിൽ ബേസിലൊക്കെ ചെയ്യുന്ന കണക്കത്തെ രീതിയിലുള്ളൊരു ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിലെ നായക നടന് വേണ്ടത്. അപ്പോൾ വിനീത് ശ്രീനിവാസൻ കുറച്ചും കൂടി ലൗഡായിട്ട് കോമഡി ചെയ്യുമ്പോഴത്തേക്ക് അത് പുള്ളിയുടെ കയ്യിൽ നിൽക്കാത്തത് പോലെ, അത് പുള്ളിക്ക് ചേരാത്തത് പോലെ ഒരു ഫീൽ തോന്നുന്നുണ്ട്. എന്നാലും കുറേയൊക്കെ കോമഡീസ് നല്ലതുപോലെ വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിലും പുള്ളി ബഹളം വെച്ചിട്ടൊക്കെ സംസാരിക്കുന്ന രീതി അത്തരത്തിൽ അങ്ങനെ എനിക്ക് അത് വർക്കൗട്ട് ആയില്ല. അത് കോമഡി ആയിട്ട് എനിക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട് സാധിച്ചില്ല. ഈ ഒരു സിനിമയ്ക്കകത്ത് കോമഡിക്ക് അപ്പുറം ഒരു മെസ്സേജ് കൺവേ ചെയ്യാൻ, ഇന്നത്തെ കാലത്ത് അതൊരു മോറൽ മെസ്സേജ് ആണോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഇപ്പൊ പക്ക നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭാര്യ ഭർത്തർ ബന്ധം അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കണ്ടുപിടിക്കേണ്ട രീതി അതൊക്കെ ഇപ്പൊ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഒരു സിനിമയുടെ നായക നടൻ എന്ന് പറയുന്നത് ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ താഴെ ആയിരിക്കണം അല്ലെങ്കിൽ ഭർത്താവായിരിക്കണം എപ്പോഴും റൂൾസ് ഇടേണ്ടത്, ഭാര്യ ജോലിക്ക് പോകാൻ പാടില്ല, എപ്പോഴും കുടുംബിനിയായിട്ട് കഴിയണം, അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടറുള്ളൊരു നായകനാണ്. പക്ഷെ അത് അങ്ങനെ വന്ന് ആ ഒരു നായകന് മനസാന്തരം വന്ന് ശരിയാവുന്ന രീതിയിലുള്ള ഒരു കഥയാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. അതിനകത്തുള്ളത് ഈ ഒരു കഥയ്ക്കൊന്നും അല്ല പ്രാധാന്യം. ഇതിനകത്തുള്ള കോമഡി സിറ്റുവേഷൻസ് ആണ് അവർ വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആയിട്ട് നോക്കിയത്. അതിനകത്ത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ നല്ലതുപോലെ വർക്കൗട്ടായി. പക്ഷേ ഭൂരിഭാഗവും അങ്ങനെ വർക്കൗട്ട് ആയതായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് നല്ല രീതിയിൽ അത് വർക്കൗട്ട് ആയില്ല. അപ്പോൾ ഈ ഒരു മെസ്സേജ് ഇന്നത്തെ കാലത്ത് റിലവൻ്റ് ആണോ എന്ന് ചോദിക്കുന്നത്, ഇതൊരു മെസ്സേജാണ്, മോറലാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ അത് വലിയൊരു മോശമായിട്ടുള്ള സ്ഥിതിയാണ്. അങ്ങനെ ഒരു കാര്യം ഇന്നത്തെ സൊസൈറ്റിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ക ഊളയായിട്ടുള്ളൊരു നായകൻ അവസാനം നല്ലതാവുന്ന ഒരു സ്റ്റോറി ലൈനാണ് ഉള്ളത്. പക്ഷേ അതിനകത്ത് കുറേ ട്വിസ്റ്റും ടേൺസും ഒക്കെ ക്ലൈമാക്സിൽ വരുന്നുണ്ട്. ആ ഒരു ട്വിസ്റ്റൊക്കെ നല്ല രീതിയിലാണ് എടുത്തു വച്ചിരിക്കുന്നതെന്നും എനിക്ക് തോന്നിയില്ല. അതായത് അങ്ങനെ വലിയ രീതിയിൽ അത് എനിക്ക് ആസ്വദിക്കാനായിട്ട് സാധിച്ചില്ല. അതായത് പെട്ടെന്ന് എന്തൊക്കെയോ ചെയ്ത് വെച്ച് പടം അവസാനിപ്പിച്ച പോലെ ഒരു ഫീലിംഗ്. അതായത് സെക്കൻഡ് ഹാഫിൽ ആ ഒരു ക്ലൈമാക്സിന് മുമ്പ് വരെ ഒരു ആവറേജ് രീതിയിൽ പോയപ്പോഴത്തേക്കും ക്ലൈമാക്സ് കുറച്ചൊക്കെ നല്ല രീതിയിൽ എങ്ങനെയെങ്കിലും കൊണ്ടൊന്ന് അവസാനിപ്പിക്കുമെന്ന് തോന്നി. പക്ഷേ ക്ലൈമാക്സ് ആണ് ഏറ്റവും പടത്തിൽ മോശമായി പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പം ഈ ഒരു പടത്തിലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. അലംബൻസ് എന്ന് പറയുന്ന വെബ് സീരീസ് ഒക്കെ ഇല്ലേ നമ്മുടെ യൂട്യൂബിൽ, അപ്പം ആ ഒരു ചാനലിലെ കുറെ ആർട്ടിസ്റ്റുകൾ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. അവരുടെ എല്ലാം പെർഫോമൻസ് അടിപൊളിയായിരുന്നു. അതേപോലെ വിനീത് ശ്രീനിവാസന്റെ അച്ഛന്റെ ക്യാരക്ടർ പുള്ളി നല്ല പെർഫോമൻസ് ആയിരുന്നു. വിനീത് ശ്രീനിവാസന്റെയും ഫീൽ ഗുഡ് മോഡലുള്ള കുറേ ഐറ്റംസ് ഉണ്ട്, അതും പക്കയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഓവറായിട്ട് ലൗഡായിട്ടുള്ള കോമഡീസ് വരുമ്പോഴത്തേക്കുമാണ് പുള്ളിയുടെ കയ്യിൽ നിൽക്കാത്തത് പോലെ ഒരു ഫീലിംഗ്. ബാക്കിയെല്ലാം ആപ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്യാരക്ടറിന് വിനീതിനെക്കാട്ടി കുറച്ചും കൂടി ആപ്റ്റ് ആയിട്ടുള്ളത് ബേസിലായിരുന്നു. ബേസിലൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു നായക നടന്റെ ആ ഒരു സ്വഭാവം വെച്ചിട്ട്. ബേസിലിന്റെ അങ്ങനെയൊക്കെ നമുക്കറിയാം, ജയ് ജയ് ഹേ ഒക്കെ കണ്ടാണല്ലോ. അപ്പം കുറച്ചും കൂടി കോമഡി കൈകാര്യം ചെയ്യാനായിട്ടും ബേസിലിന് സാധിക്കും. അപ്പം
ബേസിലിന് കുറച്ച് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു എന്ന് തോന്നി. അപ്പം മൊത്തത്തിൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് ചിരിക്കാൻ പോയ എനിക്ക് അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് ചിരിക്കാനായിട്ട് സാധിച്ചില്ല. ഓക്കെ, പലതും നേരത്തെയൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറേ കോമഡീസ് അല്ലെങ്കിൽ കോമഡിക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നത് പോലെയൊക്കെ തോന്നി. അതൊന്നും എനിക്ക് അങ്ങനെ അധികമായിട്ട് ആസ്വാദികരമായിട്ട് എനിക്ക് തോന്നിയില്ല. അതേപോലെ തന്നെ ഇതിനകത്ത് ബാബു ആന്റണിയുടെ ക്യാരക്ടർ ഉണ്ട് കേട്ടോ. പുള്ളിയും നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഇടയ്ക്ക് നമ്മുടെ പഴയ ബാബു ആന്റണി ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടർ ഉണ്ട്. അത് കണക്ക് കോമഡി സൈഡ് ഉണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ കുറച്ചാണെങ്കിലും അവിടെ ഇവിടെ വന്നു പോകുന്നതാണെങ്കിലും പുള്ളി അത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറും കൊള്ളായിരുന്നു. അപ്പം മൊത്തത്തിൽ നിങ്ങൾക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞ ഈ ഒരു ഡയറക്ടറിന്റെ മുൻപുള്ള പടത്തിന്റെ ആ ഒരു ഫീൽ ഗുഡ് രീതി ഒന്നും പ്രതീക്ഷിച്ച് പോകാതിരുന്നാൽ ചിലപ്പം ഒരു പ്രാവശ്യമൊക്കെ കണ്ടിരിക്കാൻ പാകത്തിനുള്ളൊരു സിനിമയായിട്ട് തോന്നും. വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഒരുപാട് പോരായ്മകളുണ്ട്. അതാണെങ്കിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഈ ഒരു സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു എന്റർടൈനർ എന്ന രീതിയിൽ ആ ഒരു സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതെനിക്ക് മ്യൂസിക്കായിട്ട് തോന്നി. അതൊക്കെ തരക്കേടില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയത് സ്ക്രിപ്റ്റിനകത്ത് ക്ലൈമാക്സോട് എടുക്കുമ്പോഴത്തേക്കുള്ള പോരായ്മയും പിന്നെ കോമഡീസ് ഒന്നും ഒരു 2-3 കോമഡീസ് 3-4 എണ്ണമൊക്കെ എനിക്ക് വർക്കൗട്ടായി എന്നത് ഒഴിച്ചാൽ ബാക്കിയൊക്കെ അങ്ങനെ ഒരു കോമഡി അവർ കാണിക്കുന്നുണ്ട്, പക്ഷെ ഒരു നിർവികാര ഫീലായിരുന്നു. അത്തരത്തിൽ ആണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. മൊത്തത്തിൽ പടം മൊത്തം ഒരു ആവറേജ് ഫീലാണ് എനിക്ക് തോന്നിയത്.